മുരുഡേശ്വർ ക്ഷേത്രം. പ്രശസ്തമായ മുരുഡേശ്വർ ക്ഷേത്രം കർണാടക സംസ്ഥാനത്തിലെ ഉത്തര കന്നഡ ജില്ലയിലുള്ള ഭട്കൽ താലൂക്കിലെ മുരുഡേശ്വറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അറേബ്യൻ കടലിൻ്റെ തീരത്ത് ഒരു ചെറിയ കുന്നിൽ അഥവാ കുന്തകഗിരി കുന്നിൽ മുകളിലാണ് ഈ ശിവക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ശിവരൂപവും ഇവിടുത്തെ പ്രധാന ആകർഷണീയമാണ്. മുരുഡേശ്വർ ക്ഷേത്രത്തിൻ്റെ ചരിത്രം രാമായണ കാലഘട്ടത്തോളം പഴക്കമുള്ള ആത്മലിംഗത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലങ്കാധിപതിയായ രാവണന് ശിവനിൽ നിന്നും ലഭിച്ച ആത്മലിംഗത്തിൻ്റെ കഥയാണിത്. രാവണൻ്റെ അമ്മയായ കൈകസി വലിയൊരു ശിവഭക്തയായിരുന്നു. അമ്മയ്ക്ക് ആരാധിക്കുവാൻ വേണ്ടി പരമശിവനിൽ നിന്നും ആത്മലിംഗം, അതായത് ശിവൻ്റെ ആത്മാവടങ്ങിയ ലിംഗം സ്വന്തമാക്കാനായി രാവണൻ കഠിന തപസ്സനുഷ്ഠിച്ചു. രാവണൻ്റെ തപസ്സിൽ പ്രീതനായ ശിവൻ ആത്മലിംഗം രാവണന് സമ്മാനിച്ചു. എന്നാൽ ഒരു നിബന്ധന ഉണ്ടായിരുന്നു. ഈ ആത്മലിംഗം ലങ്കയിലെത്തുന്നതുവരെ ഒരിടത്തും നിലത്തു വയ്ക്കരുത്. എവിടെയാണോ ഇത് ആദ്യം നിലത്തു വയ്ക്കുന്നത് അത് അവിടെ തന്നെ ഉറച്ചു പോകും. ദേവന്മാരുടെ ഭയവും ഗണപതിയുടെ തന്ത്രവും ഇതിന് പിന്നാലെ ഇനി വരികയാണ്. രാവണൻ ആത്മലിംഗവുമായി ലങ്കയിലേക്ക് പോയാൽ അവൻ അമരനാകുമെന്ന് ദേവന്മാർക്ക് അവനെ പരാജയപ്പെടുത്തുവാൻ കഴിയില്ലെന്നും മനസ്സിലാക്കിയ ദേവന്മാർ പരിഭ്രാന്തരായി. അവർ സഹായത്തിനായി വിഘ്നേശ്വരനായ ഗണപതിയെയും വിഷ്ണു ഭഗവാനെയും സമീപിച്ചു. രാവണൻ കർണാടകയിലെ ഇപ്പോഴത്തെ ഗോകർണമുള്ള സ്ഥലത്ത് എത്തിയപ്പോൾ വിഷ്ണു ഭഗവാൻ തൻ്റെ സുദർശന ചക്രം ഉപയോഗിച്ച് സൂര്യനെ മറച്ച് വൈകുന്നേരമായതുപോലെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു. സന്ധ്യാവന്തനം മുടക്കാൻ പാടില്ലാത്തതിനാൽ രാവണൻ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു. ഈ സമയം ഒരു ബ്രാഹ്മണ ബാലൻ്റെ വേഷത്തിൽ ഗണപതി രാവണൻ്റെ മുന്നിലെത്തി. രാവണൻ ആ കുട്ടിയെ വിളിച്ച് താൻ സന്ധ്യാവന്തനം കഴിഞ്ഞു വരുന്നതുവരെ ആ ആത്മലിംഗം കയ്യിൽ പിടിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. തനിക്ക് ഭാരം താങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ 3 തവണ രാവണൻ്റെ പേര് വിളിക്കുമെന്നും വരാതിരുന്നാൽ ലിംഗം നിലത്ത് വയ്ക്കുമെന്നും കുട്ടി നിബന്ധന വെച്ചു. രാവണൻ അത് സമ്മതിച്ചു. എന്നാൽ രാവണൻ പ്രാർത്ഥന തുടങ്ങിയ ഉടൻ തന്നെ കുട്ടി രാവണൻ്റെ പേരും വേഗത്തിൽ 3 തവണ വിളിക്കുകയും രാവണൻ എത്തുന്നതിന് മുമ്പ് തന്നെ ആത്മലിംഗം നിലത്തു വയ്ക്കുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ വിഷ്ണു ഭഗവാൻ സുദർശന ചക്രം മാറ്റിയതോടെ വീണ്ടും സൂര്യപ്രകാശമുണ്ടായി. താൻ പറ്റിക്കപ്പെട്ടതാണെന്ന് രാവണന് മനസ്സിലായി. ക്ഷുഭിതനായ രാവണൻ ആത്മലിംഗം നിലത്തു നിന്ന് മാറ്റാൻ തൻ്റെ സർവ്വശക്തിയും എടുത്ത് ശ്രമിച്ചു. എന്നാൽ അത് സാധിച്ചില്ല. ആ ശക്തിയേറിയ വലിപ്പിൽ ആത്മലിംഗം 5 കഷ്ണങ്ങളായി പൊട്ടി പല സ്ഥലങ്ങളായി വീണു. ഒന്ന് വീണത് സൂറത്കലിലെ സദാശിവ ക്ഷേത്രത്തിലാണ്. രണ്ടാമത് വീണത് രണ്ടാമത്തെ കഷ്ണം ഗുണവന്തേശ്വറിലാണ്. മൂന്നാമത്തെ കഷ്ണം വീണത് ഇപ്പോഴുള്ള മുരുഡേശ്വറിലാണ്. 4ാമത് വീണത് ധരേശ്വറിലാണ്. 5ാമത്തേത് ഗോകർണത്തെ മഹാബലേശ്വറിലും. തൻ്റെ വസ്ത്രം വീണ മുരുഡേശ്വർ എന്നറിയപ്പെടുന്ന ഈ പുണ്യഭൂമിയിലാണ് ഇന്ന് കാണുന്ന കൂറ്റൻ ശിവപ്രതിമയും മനോഹരമായ ഗോപുരവുമുള്ള മുരുഡേശ്വർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 3 വശവും അറബിക്കടലാൽ ചുറ്റപ്പെട്ട ക്ഷേത്രം ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പുരാതന ക്ഷേത്രത്തെ ഇന്നത്തെ രീതിയിൽ ലോക പ്രശസ്തമാക്കിയത് പ്രമുഖ വ്യവസായിയായ RN ഷെട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അറേബ്യൻ കടലിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന 123 അടി ഉയരമുള്ള കൂറ്റൻ ശിവപ്രതിമയും 20 നിലകളുള്ള ഭീമാകാരമായ രാജഗോപുരവും നിർമ്മിക്കപ്പെട്ടത്. ക്ഷേത്രം ദിവസവും രാവിലെയും വൈകുന്നേരവുമായി 2 സെഷനുകളിലായിട്ടാണ് തുറക്കുക. ഉച്ചയ്ക്ക് നട അടയ്ക്കാറുണ്ട്. രാവിലെ ദർശനം 6 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകുന്നേരം ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 8:30 വരെയുമാണ് ഉണ്ടാവാറുള്ളത്. ഉച്ചയ്ക്കുള്ള ബ്രേക്ക് 1 മുതൽ 3 വരെയാണ്. ഈ സമയത്ത് ക്ഷേത്രം അടച്ചിരിക്കുന്നുണ്ടാവും. ഇവിടെ പ്രധാന പൂജകളൊക്കെ ആയിട്ട് നടത്തുന്നത് രുദ്രാഭിഷേകവും ഭസ്മാർച്ചനയും മഹാപൂജയും ബില്വാർച്ചനയും ഒക്കെയാണ്. അന്നദാനം എല്ലാ ദിവസവും വരുന്ന ഭക്തർക്ക് ഉച്ച സമയങ്ങളിൽ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ക്ഷേത്രങ്ങളിലെ വസ്ത്രധാരണ രീതി നോക്കുകയാണെങ്കിൽ കടുത്ത വസ്ത്രധാരണ നിയന്ത്രണങ്ങൾ ഒരുപാട് ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിലും പാശ്ചാത്യ ശൈലിയിലുള്ളതോ അല്ലെങ്കിൽ മോഡേൺ ആയതുമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച് അകത്ത് പ്രവേശിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുരുഷന്മാർ മുണ്ട് അല്ലെങ്കിൽ ഫുൾ ലെങ്ത് ഫോർമൽ പാൻറ്റുകളൊക്കെ ഉചിതമായിരിക്കും. സ്ത്രീകളും ക്ഷേത്രത്തിൽ ധരിക്കുന്നതിന് ഉചിതമായിട്ടുള്ള വസ്ത്രങ്ങൾ തന്നെ ധരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഇവിടെ മുരുഡേശ്വറിലേക്ക് എത്തിച്ചേരാമെന്ന് നോക്കുവാണെങ്കിൽ ട്രെയിൻ മാർഗമാണെങ്കിൽ
മുരുടേശ്വറിൽ തന്നെ മുരുടേശ്വർ എന്നുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെ അവിടെ കൊങ്കൺ റെയിൽ പാതയിൽ ഉണ്ട്. അവിടെ നിന്നും ഏകദേശം 1-2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ മുരുടേശ്വർ ക്ഷേത്രത്തിലേക്കുള്ളത്. കേരളത്തിൽ നിന്നും മംഗലാപുരം വഴി മഡ്ഗാവ്, മുംബൈ ഭാഗങ്ങളിലേക്ക് പോകുന്ന മിക്ക ട്രെയിനുകളും ഈ നേത്രാവതി എക്സ്പ്രസ്സൊക്കെ പോലുള്ള അതുപോലെ തന്നെ മറ്റ് പാസഞ്ചർ എക്സ്പ്രസ് ട്രെയിനുകളെല്ലാം മുരുടേശ്വരിൽ സ്റ്റോപ്പുണ്ട്. 2 കിലോമീറ്റർ ദൂരം മാത്രമാണ് ക്ഷേത്രത്തിലേക്കുള്ളത്. ഓട്ടോറിക്ഷകളും ഇവിടെ നിന്നൊക്കെ ലഭ്യമാണ്. ഇവിടെ സ്റ്റോപ്പില്ലാത്ത ട്രെയിനുകളാണെങ്കിൽ ഭട്കൽ ഏകദേശം ക്ഷേത്രത്തിൽ നിന്ന് 15 കിലോമീറ്ററാണ് ദൂരമുള്ളത്. അല്ലെങ്കിൽ ഹൊനാവർ എന്ന് പറയുന്ന മെയിൻ റെയിൽവേ സ്റ്റേഷനുമുണ്ട്. ഈ 2 ക്ഷേത്രങ്ങളിലേക്ക്, ഈ 2 സ്റ്റോപ്പുകളിൽ നിന്നിറങ്ങിയാലും നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. റോഡ് മാർഗമാണെങ്കിൽ NH-66 ദേശീയപാത വഴി കൊച്ചി, കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്ന് മംഗലാപുരം, ഉടുപ്പി, കുന്താപുരം കടന്ന് മുരുടേശ്വരിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. മംഗലാപുരത്ത് നിന്ന് ഏകദേശം 155 കിലോമീറ്റർ ദൂരമാണ് മുരുടേശ്വരിലേക്കുള്ളത്. നമുക്ക് മംഗലാപുരം, ഉടുപ്പി എന്നിവിടങ്ങളിൽ നിന്നും കാർവാർ, ഗോവ ഭാഗങ്ങളിലേക്ക് പോകുന്ന KSRTC ബസ്സുകളൊക്കെ അവിടെ നിന്നും അല്ലാതെ തന്നെ അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്. മുരുടേശ്വർ നാഷണൽ ഹൈവേ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് ക്ഷേത്രത്തിലേക്കൊക്കെ നമുക്ക് ഓട്ടോ ലഭ്യമാണ്. വിമാനമാർഗ്ഗമാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മംഗലാപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇവിടുന്ന് അടുത്തുള്ളത്. ഏകദേശം 160 കിലോമീറ്ററാണ് എയർപോർട്ടിൽ നിന്നും മുരുടേശ്വര ക്ഷേത്രത്തിലേക്കുള്ളത്. അപ്പോൾ സാധനാപദത്തിനൊപ്പം നമ്മൾ അടുത്ത് സന്ദർശിക്കുന്ന പ്രധാന ക്ഷേത്രമാണ് മുരുടേശ്വര ക്ഷേത്രം. അപ്പം ഏവർക്കും സ്വാഗതം.